മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യം പുതിയ സർക്കാർ രൂപീകരിച്ച് ഭരണകാര്യങ്ങളിൽ പുരോഗതി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ മന്ത്രാലയങ്ങൾ അനുവദിച്ചതിന് ശേഷം അതിൻ്റെ ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഈ മഹായുതിയിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞായറാഴ്ച നാസിക്, റായ്ഗഡ് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരെ നിയമിക്കുന്നതിൽ NCPയും BJPയും നേതാക്കളെ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ഷിൻഡെ വിഭാഗത്തിന് സ്വീകാര്യമല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് ദേവേന്ദ്ര ഫട്നാവിസിന് ഷിൻഡെ വലിയൊരു തലവേദനയായി നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിനെ മഹാരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും വിലയിരുത്തുന്നത്. എന്നാൽ അതിനുശേഷം വന്ന ചില റിപ്പോർട്ടുകൾ ഇത്തരത്തിലാണ്. അതായത് ഏക്നാഥ് ഷിൻഡെയുടെ ആ ഒരു ശിവസേന വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള കലാപം നടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. 20ഓളം MP-മാർ ഉദയ് സാമന്ത് എന്ന് പറയുന്ന ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന പാർട്ടിയിൽ തന്നെയുള്ള ഇപ്പോഴുള്ള ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ടുള്ള MLA-യുടെ കൂടെ ചേർന്നുകൊണ്ട് ഷിൻഡെ വിഭാഗത്തിനെ പിളർത്തി അതിലേക്ക് പോകും എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ആരോപണമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് UBT വിഭാഗത്തിലെ, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയിലെ സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന MP-ആണ്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് MP സഞ്ജയ് റാവത്ത്. അദ്ദേഹം പറയുന്നത് ഷിൻഡെയെ പുറത്താക്കാനുള്ള BJPയുടെ പദ്ധതിയാണ് ഇത് എന്നുള്ളതാണ്. ആ പദ്ധതി ഷിൻഡെയ്ക്ക് കൃത്യമായിട്ട് അറിയാം. ഷിൻഡെ പലപ്പോഴും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിഷമം പ്രകടിപ്പിക്കുകയും അതുകൊണ്ട് തന്നെ ഷിൻഡെ തൻ്റെ ജന്മനാടായിട്ടുള്ള സത്താറയിലെ ജന്മനാടായുള്ള ദാറയിലേക്ക് പോവുകയും അദ്ദേഹം ചെയ്യുന്നു. അവിടെ തൻ്റെ തറവാട്ടിൽ കുറേ നേരം അദ്ദേഹം വെറുതെ ഇരിക്കുമെന്നാണ് സഞ്ജയ് റാവത്ത് പറയുന്നത്. ഷിൻഡെ ഗ്രൂപ്പിന് പുതിയ നേതൃത്വം ഉണ്ടായിരിക്കും എന്നും സഞ്ജയ് റാവത്ത് പറയുന്നു. അദ്ദേഹം പറയുന്നത് ഉദയ് സാമന്തിന് 20 MP-മാരുടെ അല്ലെങ്കിൽ 20 MLA-മാരുടെ പിന്തുണയുണ്ട്. ഈ 20 MLA-മാരുടെ പിന്തുണ വെച്ചിട്ട് ഉദയ് സാമന്ത് ഷിൻഡെയെ പുറത്താക്കി അദ്ദേഹം BJPയുടെ കൂടെ ചേർന്ന് ഭരിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഷിൻഡെയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് താൻ വഴങ്ങാം, മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് വേണ്ട എന്ന് ഷിൻഡെ പറഞ്ഞിരുന്നത് എന്ന് സഞ്ജയ് റാവത്ത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ ഈ സഞ്ജയ് റാവത്തിന്റെ വാക്കുകൾ വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നും സഞ്ജയ് റാവത്ത് പൊതുവെ ഒരു പൊതുശല്യമാണ് UBTയിലെന്നും വാവിട്ട വാക്കുകളാണ് അയാളുടെ മുഖമുദ്ര എന്നുമാണ് ഇപ്പോൾ ഷിൻഡെ വിഭാഗവും BJPയും ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, മഹാരാഷ്ട്രയിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാരാഷ്ട്ര സർക്കാർ മന്ത്രിയും മുതിർന്ന ശിവസേന നേതാവുമായിട്ടുള്ള ഉദയ് സാമന്ത ഒരു വലിയ അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഉദയ് സാമന്ത പറഞ്ഞിരുന്നത് ഈ മഹാരാഷ്ട്രയിലെ UBT വിഭാഗം, അതായത് ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ പല MP-മാരും ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അതായത് മഹായുതിയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരെ അകത്തേക്ക് കയറ്റണമോ നമ്മുടെ ശിവസേനയിൽ ലയിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് ഷിൻഡെ ആയിരിക്കും ആ തീരുമാനമെടുക്കുക എന്നുള്ളത് ഉദയ് സാമന്ത് പറഞ്ഞിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നും അങ്ങനെ ഒരു കാര്യമേ നമ്മുടെ പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നില്ല എന്നും ഉദ്ധവ് താക്കറെയുടെ ഈ പാർട്ടിയിൽ നടക്കുന്നില്ല എന്നും ഉദയ് സാമന്ത് പറഞ്ഞത് കളവാണെന്നും പറഞ്ഞ് സഞ്ജയ് റാവത്ത് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് സഞ്ജയ് റാവത്ത് ഇത് പറഞ്ഞത് എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സംഭവത്തിന് ശേഷം ഷിൻഡെ വളരെയധികം പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സഞ്ജയ് റാവത്തിനെതിരെ നാനാ പട്ടോളെ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ നാനാ പട്ടോളെ കോൺഗ്രസിന്റെ മഹാരാഷ്ട്ര ഘടകം അധ്യക്ഷനാണ്. നാനാ പട്ടോൾ സഞ്ജയ് റാവത്തിനെതിരെ അടുത്തിടെ പറഞ്ഞിരുന്നത് റാവത്തിന്റെ പ്രസ്താവനകളോട് പ്രതികരിക്കേണ്ട ആവശ്യം തന്നെയില്ല, ഇത് ഞങ്ങൾക്ക് പ്രശ്നമല്ലെന്നും നാനാ പട്ടോളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാവത്ത് എന്ത് പറഞ്ഞാലും അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിൽ നിന്ന് 20 MP-മാർ ഉദയ് സാമന്തിൻ്റെ കൂടെ ചേർന്ന് ഉദയ് സാമന്ത് ഷിൻഡെയെ പുറത്താക്കി BJPയോടൊപ്പം ചേരും എന്ന സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവനയാണ് മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.